ഇടുക്കി മറയൂരിൽ ഇരുചക്ര വാഹന യാത്രികൻ കാട്ടാനകൾക്ക് മുന്നിൽ പെട്ടുപോയി. വാഹനം ഉപേക്ഷിച്ച് ഓടിയതുകൊണ്ട് കാന്തല്ലൂർ സ്വദേശി മനോഹരൻ ജീവൻ തിരിച്ചു കിട്ടി. കാട്ടാനകൾ നട റോഡിൽ നിലയുറപ്പിച്ചത് വനംവകുപ്പിനെ അറിയിച്ചിട്ടും നടപടി ഉണ്ടായിട്ടില്ലെന്ന പരാതി ഉയരുന്നു. கத்து விட்டான் போயிட்டான். സ്കൂട്ടിയായിട്ട് വന്നുകൊണ്ടിരിക്കുമ്പോൾ ആന വട്ടം ചാടി താഴെ വീണിട്ട് ബൈക്കൊക്കെ അവിടെ വിട്ടിട്ടാണ് ഞാൻ ചാടി വന്നത്. പുറയിലൊരു മറ്റേ മറയൂരെന്ന് പഞ്ചായത്ത് ഓഫീസിൽ ജോലി ചെയ്യുന്ന രതീഷ് സാറാണ് എന്നെ രക്ഷപ്പെടുത്തിയത്. മിനിഞ്ഞാന്ന് രാത്രി ഒരു 12 മണിയാകുമ്പോൾ ആന വന്നു. ഞങ്ങൾ ഓടിക്കാൻ പോയിട്ട് 2 എണ്ണം പോകുന്നേ ഇല്ല. ഞാൻ അപ്പം തന്നെ ഫോറസ്റ്റിനെ വിളിച്ച് വളർത്തിയായിരുന്നു. ഫോറസ്റ്റുകാർ ഇപ്പോൾ വരും പിന്നെ വരാമെന്ന് പറഞ്ഞിട്ട് ഇതുവരെ. ഇടുക്കിയിൽ നിന്നും രാഹുൽ വിജയൻ വിശദാംശങ്ങളുമായി ചേർന്നു. രാഹുൽ വിജയൻ, ഗുഡ് മോർണിംഗ്. ഇത് പടയപ്പയാണോ വേറെ ഏതെങ്കിലും ആനയാണോ? എസ്കെൻ, ഗുഡ് മോർണിംഗ്. പടയപ്പയല്ല, വേറെ 2 കൊമ്പന്മാരാണ്. ഒരു കൊമ്പനല്ല, 2 കൊമ്പന്മാരാണ്. കാന്തല്ലൂർ റോഡിൽ ശിവൻപന്തി എന്ന് പറയുന്ന ഭാഗത്ത് വെച്ചിട്ടാണ് ഈ കാട്ടാന ആക്രമണം ഉണ്ടാകുന്നത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ജോലി സ്ഥലത്ത് നിന്ന് പണിയൊക്കെ കഴിഞ്ഞ് തിരികെ വീട്ടിലേക്ക് പോകുന്ന വഴി ആണ് ഈ സംഭവം. ഈ കാട്ടാന 2 കിലോമീറ്ററോളം ഈ ആളെ ഓടിച്ചു എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. അതിനുശേഷം പേടിച്ചിട്ട് ഈ ബൈക്ക് റോഡിൽ ഉപേക്ഷിച്ച് അദ്ദേഹം ആ വണ്ടിയിൽ നിന്ന് ഇറങ്ങി പോയതുകൊണ്ടാണ് ജീവൻ രക്ഷിക്കാനായത്, അല്ലെങ്കിൽ ജീവൻ രക്ഷപ്പെട്ടതെന്ന് മനോഹരൻ എന്ന് പറയുന്ന ആൾ പറയുകയും ചെയ്തിട്ടുണ്ട്. മാത്രമല്ല, ഈ 2 കാട്ടാനകൾ നട റോഡിൽ നിലയുറപ്പിച്ചിരിക്കുന്ന കാര്യം വനംവകുപ്പ് ഉദ്യോഗസ്ഥരെ വിളിച്ച് അറിയിക്കുകയും ചെയ്തു. പക്ഷേ യാതൊരു നടപടിയും ഉണ്ടായില്ല. കാട്ടാനകൾ അവിടെ തന്നെ പിന്നെയും തുടർന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. നിരവധി ആളുകൾ പോകുന്ന ഒരു പ്രധാനപ്പെട്ട പാത കൂടിയാണ് ഈ കാന്തല്ലൂർ റോഡ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ വനംവകുപ്പിന്റെ ഒരു ഇടപെടൽ അവിടെ കൃത്യസമയത്ത് ഉണ്ടാവേണ്ടതായിരുന്നു. അതുണ്ടായില്ല എന്നുള്ളതാണ് പരാതിയായിട്ട് ഉയരുകയും ചെയ്യുന്നത്. എന്തായാലും ബൈക്കിന് സാരമായ കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളതും മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. സ്കെയിൻ.